Hi all, welcome to governance class. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോണത് BPAG 172 ഗവേണൻസ് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാം കേട്ടോ. 20 മാർക്കിനാണ് എന്തായാലും വരാൻ ചാൻസ് ഉള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാ ഇലക്ടീവ്സും നാളെ ഉച്ചയ്ക്കാണോ ക്ലാസ് വരുന്നത്? ഭരിക്കുമ്പോൾ ഇഷ്യൂസും ചാലഞ്ച് ഗവേണൻസ് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസിൽ വരുന്നത്. അതില് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടാട്ടോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ഇൻ ഓപ്പറേഷണൽ ഫ്രെയിംവർക്ക് ഓഫ് ഗവേണൻസ്. അതായത് പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ഈ ഗവൺമെന്റ് വർക്ക് ചെയ്യുമ്പോൾ അതിൽ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷണൽ ഫ്രെയിംവർക്കിന് ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഗവർണൻസിന്റെ ഫ്രെയിംവർക്കിൽ പൊളിറ്റിക്സിനും അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവിനുമുള്ള റോൾ എന്താണ് എന്നാണ്. ഓക്കെ, റോൾ പൊളിറ്റിക്കൽ റോൾ ഓഫ് ദി പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് രണ്ടും വേറെ വേറെ എഴുതണം കേട്ടോ. The executive function is one of the crucial functions in India as it deals with the implementation of policies, laws, rules and regulations. കണ്ടോ, എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ. പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാന്, നിയമം നടപ്പിലാക്കാൻ, റൂൾസ് കൊണ്ടുവരാൻ, റെഗുലേഷൻസ് കൊണ്ടുവരാനൊക്കെ ഒരു എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ വേണം. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ PM, പ്രൈം മിനിസ്റ്റർ, ദ ക്യാബിനറ്റ് ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്. കണ്ടോ, ഈ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ നടത്താൻ ആരൊക്കെയാ ഉള്ളത്? ഒന്ന് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, പിന്നെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും അതർ മിനിസ്റ്റേഴ്സും. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന പ്രകാരം പ്രൈം മിനിസ്റ്റർ ഇസ് റിയൽ എക്സിക്യൂട്ടീവ് ഓഫ് ഗവൺമെന്റ് ആൻഡ് ഹെഡ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. പ്രൈം മിനിസ്റ്റർ ആണ് നമ്മുടെ റിയൽ എക്സിക്യൂട്ടീവ് ഓഫ് ഗവൺമെന്റും ഹെഡ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. CMന്റെ കൗൺസിലിന്റെ ഹെഡ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കേട്ടോ. The Prime Minister has been vested with the powers such as portfolio allocation of the ministers, recommendation of person for appointment as ministers, ബാങ്ക് വിളിക്കുന്നുണ്ട്. Okay. ഇവിടെ PM-ന് പ്രൈം മിനിസ്റ്റർ ഹാസ് വെസ്റ്റഡ് വിത്ത് പവേഴ്സ്, ഒത്തിരി പവർ ഉണ്ട്. സച്ച് ആസ് പോർട്ട്ഫോളിയോ അലോക്കേഷൻ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ പോർട്ട്ഫോളിയോ അലോക്കേറ്റ് ചെയ്യുക,
Recommendations of person for appointment as ministers. ആരൊക്കെ ministers ആയിട്ട് refer ചെയ്യാൻ പറ്റും, appoint ചെയ്യാൻ വേണ്ടി പറ്റും? Comptroller and Auditor General of India, Chairperson of UPCS, Election Commission, Finance Commission, etc. Power Prime Minister Khan. The role of Prime Minister is to act as a chief communication channel between the cabinet of ministers and president. Kano, this Prime Minister role endanu vechal chief communication channel ava nammade cabinet ministers president okalla angotu ingottulla communication angotu kodukka ingotu angane channel aayittu maaranalla. In a way, the union executive occupies a central role in its interface with the parliament, state and local entities in its everyday affairs. ഈ രീതിയിലാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് ഒക്യുപ്പൈ ചെയ്യുന്നത്. ഒരു സെൻട്രൽ റോൾ അവിടെ ആണ് പാർലമെന്റും അതും PM ഒക്കെ ആയിട്ട് സെൻട്രൽ റോൾ ആണെങ്കിൽ അങ്ങോട്ട് കൂടെ കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ അത്രയും എന്തുണ്ട്, പ്രാധാന്യം ഉണ്ട്. Usually laws are made by the parliament. However, there are provisions wherein the cabinet compromising Prime Minister and cabinet ministers can pass a resolution for the efficient implementation of various programs. Kando, law passaakkunnathu indakkunnathu parliament aanengilum oru provision undu. കട്ടാവുന്നുണ്ടോ? Yes, ma'am. നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടല്ലോ അച്ഛനെ. The term associated with cabinet decision is technically called a cabinet resolution. അതായത് പാർലമെന്റിനാണ് ലോ പാസ്സാകാനുള്ള അധികാരമെങ്കിലും അവിടെ ക്യാബിനറ്റിലും PM-നും അതുപോലെ തന്നെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഒക്കെ റിസൊല്യൂഷൻസ് കൊണ്ടുവരാം. ഇത് എഫിഷ്യന്റ്ലി അതായത് നടപ്പാക്കുന്നത് പാർലമെന്റ് ആണെങ്കിലും ഈ മിനിസ്റ്റേഴ്സിനൊക്കെ ഒരു അഭിപ്രായങ്ങളൊക്കെ പറയും. ഈ ടേം അസോസിയേറ്റ് വിത്ത് ക്യാബിനറ്റ് ഡിസിഷൻ ടെക്നിക്കലി കോൾഡ്, ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് വിളിക്കുന്നത് ക്യാബിനറ്റ് റിസൊല്യൂഷൻ എന്ന. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് തമ്മിലൊരു ഡിസിഷൻ, ഒരു ലോന്റെ ഡിസിഷൻ എടുക്കുന്നതിന് ക്യാബിനറ്റ് റിസൊല്യൂഷൻ എന്നാണ് പറയുന്നത്. നോക്കിക്കേ, റോൾ ഓഫ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ്. അതായത് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ് എന്ത് നമ്മുടെ ഇന്ത്യയുടെ ഗവൺമെന്റ് വർക്ക് ചെയ്യാൻ. ഇതിൽ ആരൊക്കെ ഉള്ളത്? പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ക്യാബിനറ്റ് ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇവിടെ പ്രൈം മിനിസ്റ്റർക്കാണ് ഒരു പവർ ഉള്ളത്, ഒരുപാട് പവറുകളുണ്ട്. ഒരു ചീഫ് കമ്മ്യൂണിക്കേഷൻ ചാനലായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട് ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സും പ്രസിഡന്റും ഒക്കെ തമ്മിൽ. ഇവിടെ പാർലമെന്റ് ആണ് ഒരു ലോ പാസ്സാക്കുന്നതെങ്കിലും അവിടെ ക്യാബിനറ്റിന് മറ്റു മിനിസ്റ്റേഴ്സ് PM മിനിസ്റ്റർക്ക് റിസൊല്യൂഷൻസ് കൊണ്ടുവരാനുള്ള അധികാരമുണ്ട്. ഇതിനെ ടെക്നിക്കലി വിളിക്കുക ക്യാബിനറ്റ് റിസൊല്യൂഷൻ എന്നാണ്. ഓക്കെ ആണോ? കേസ് എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയുന്നില്ല, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ. അത് കേസ് എക്സാമ്പിൾ വേണമെങ്കിൽ ഇതിൽ കേസ് വിത്ത് കേസ് എന്ന് പറഞ്ഞിട്ടില്ല, അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ പറഞ്ഞേ? Yes, ma'am. ക്വസ്റ്റ്യൻ എന്തായിരുന്നു മാം? എക്സിക്യൂട്ടീവ് ഫംഗ്ഷനും അഡ്മിനിസ്ട്രേറ്റീവ് പൊളിറ്റിക്കൽ ഈ ഇന്ത്യയുടെ ഓഫ് ഗവർണൻസിലെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനും അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവിന്റെയും റോൾ എന്താണ്? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവിനും ഇന്ത്യൻ ഗവർണൻസ് എന്ന ഫ്രെയിം വർക്കിൽ എന്തൊക്കെ റോളാണ് ഉള്ളത്? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ് ആര്? പ്രൈം മിനിസ്റ്ററും ക്യാബിനറ്റ് അതർ മിനിസ്റ്റേഴ്സും ഒക്കെ. അവർക്ക് പ്രൈം മിനിസ്റ്ററിന് ഒത്തിരി റോൾ ഉണ്ട്, പിന്നെ അതുകൂടാതെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനും റോൾ ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവിന് ഇത് പറയാൻ വേണ്ടി പോകും. ഓക്കെ ആണോ? പറഞ്ഞു. The role of administrative executive. The civil service field agencies and authorities, armed forces, etc. കാരണം സിവിൽ സർവീസ്, ഫീൽഡ് ഏജൻസീസ്, അതോറിറ്റീസ്, മിലിറ്ററി ആംഡ് ഫോഴ്സ് ഒക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ്. ഇവർക്ക് എന്തൊക്കെ റോളാണ് അറിയാലോ, അല്ലെങ്കിലേ അറിയാം അല്ലെ എന്തൊക്കെ റോൾ ഉണ്ട്? കോൺസ്റ്റിറ്റ്യൂട്ട് ദ അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ്. ഇതൊക്കെ കൂടെ ചേർത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ആയിട്ട് മാറുന്നത്. ആരൊക്കെയാണ്? സിവിൽ സർവീസ്, ഫീൽഡ് ഏജൻസി ആൻഡ് അതോറിറ്റീസ്, ആംഡ് കൂടെ ചേർന്നിട്ടാണ് ആരായിട്ട് മാറുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ആയിട്ട് മാറുന്നത്. While the political executive is elected every 5 years. കണ്ടോ, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് ഓരോ 5 വർഷവും കൂടുമ്പോൾ നമ്മൾ ഭരണം മാറി വരുന്നുണ്ട് അല്ലെ. The administrative executive is permanent structure of the nation who selected through various examination.
അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവിന് 5 വർഷം മാറൂല, പെർമനന്റ് ആണ്. സിവിൽ സർവീസ് ആയിക്കോട്ടെ, ആംഡ് ഫോഴ്സ് ഒക്കെ ആയിക്കോട്ടെ, പല പരീക്ഷകളിലൂടെ വേരിയസ് എക്സാമിനേഷനിലൂടെ സെലക്ട് ചെയ്യപ്പെടുന്നവരാണ്. അവർ പെർമനന്റ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ്. Unlike political executive, the administrative executive is not accountable to the legislature, rather directly answerable to their representative political head. ഇവിടെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സിന്റെ മാതിരി ഒരു ലെജിസ്ലേച്ചർ അവർക്ക് സ്വന്തം, അവർ എല്ലാവരും എന്താണ്, അവരുടെ ഹെഡിനെയാണ് അവരെന്ത് ചെയ്യുക, പിന്നെ റിപ്പോർട്ട് ചെയ്യുക. അവരെല്ലാവരും അവരുടെ ഹെഡിനെയാണ് റിപ്പോർട്ട് ചെയ്യുക, പൊളിറ്റിക്കൽ ഹെഡിന്. ഫോർ എക്സാമ്പിൾ ദ മിനിസ്റ്റർ ഓഫ് ഇത് ഏതാ ടോപ്പിക് വന്നിട്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എന്നാലും വരാൻ ചാൻസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനും അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവിനും നമ്മുടെ ഗവൺമെന്റ് ഓപ്പറേഷനിൽ എന്തൊക്കെ റോളാണ് ഉള്ളത്? ഇവിടെ രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവിൽ ആരൊക്കെയാ ഉള്ളത്? സിവിൽ സർവീസ് ഓഫീസർ, ഫീൽഡ് ഏജൻസീസ്, അതോറിറ്റീസും ആംഡ് ഫോഴ്സ്. ഇവർ 5 വർഷം കൂടുമ്പോൾ മാറുന്നില്ല, വിവിധ പരീക്ഷകളിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്, പെർമനന്റ് ആണ്. പക്ഷേ ഇവർ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സിന്റെ മാതിരിയല്ല. ഇവർക്ക് അവരുടെ പൊളിറ്റിക്കൽ ഹെഡിനെയാണ് ആൻസർ ചെയ്യേണ്ടത്. അതായത് കോൺസ്റ്റബിൾ, SAs, അങ്ങനെ DIG, അങ്ങനെ അവർ അവരുടെ ഹെഡിനെയാണ് ആൻസർ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് MOFCC, the secretary administrative executive will be directly accountable for the minister political executive എന്നാണ്. കേട്ടോ, ഇവിടെ സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ആണ്. ഇവിടെ അയാള് മിനിസ്റ്റർ, അതായത് വനം വകുപ്പിന്റെ സെക്രട്ടറി ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് അയാൾ ആരാ? റിയാസിനെയാണ് എന്ത് ചെയ്യേണ്ടത്? റിപ്പോർട്ട് ചെയ്യേണ്ടത്, മന്ത്രി റിയാസിനായിട്ടോ. അങ്ങനെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു കേട്ടോ. അതായത് ഓരോ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെയാണ് റിപ്പോർട്ട് ചെയ്യാൻ ആൻസർ ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും കലാപം നടന്നാൽ ആഭ്യന്തര മന്ത്രി ശ്രീ പിണറായി വിജയനെയാണ് പോലീസ് സേന എന്ത് ചെയ്യേണ്ടത്? ആൻസർ ചെയ്യേണ്ടത്. ഓരോ അതോറിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ആൻസർ ചെയ്യേണ്ടത് അയാളുടെ റെപ്രസെന്റേറ്റീവ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനോടാണ്. In this regard, both political and administrative executive work towards the welfare of the country by formulate various policies and programs. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് കൺട്രിയുടെ വെൽഫെയർ വരുന്നതും ഒത്തിരി പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ മന്ത്രിമാരടങ്ങിയ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും പിന്നെ ഗവൺമെന്റിന്റെ സേവകരായിട്ടുള്ള നമ്മുടെ സിവിൽ സർവീസും പോലീസും ആംഡ് ഫോഴ്സും ഒക്കെ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് 2 കൂട്ടരാണ്. ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് 5 വർഷം കൂടുമ്പോൾ മാറി വരുന്നുണ്ട്, വല്ല ഇലക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. ഓക്കെ ആണോ? യെസ് മാം. റോള് മാത്രമാണ് ചോദിച്ചത്. കേസ് സ്റ്റഡി ഒക്കെ അതിൽ വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം, വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. മാം ഇത് എത്രാമത്തെ ചാപ്റ്റർ ആണ്? ഞാൻ നോക്കിയിട്ടില്ല, നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഇതാണല്ലോ, അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടാണ് ചെയ്തത്. സത്യം പറഞ്ഞ ചാപ്റ്റർ പേജ് നമ്പർ 40. 44. Describing the way of strengthening democracy through governance measure. ഗവേണൻസ് മെഷറിലൂടെ ഡെമോക്രാസി, ജനാധിപത്യം ഒന്ന് പോഷിപ്പിടിപ്പിക്കാനുള്ള മാർഗങ്ങൾ നോക്കിയേ. ഗവർണൻസ്, ഭരണ രീതിയിലൂടെ ജനാധിപത്യം പുഷ്പിക്കാനുള്ള വഴികൾ ഏതൊക്കെയാണ്? ഒരു മിനിറ്റ്, ഒത്തിരി ഉണ്ട്. ഞാൻ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടും കാര്യങ്ങളും പറഞ്ഞുതരാം കേട്ടോ, സമയപരിമിതി ഉണ്ട്. The government of India has taken a series of steps towards strengthening the democracy and make citizens participate in the democratic and developmental process. Okay, Government of India എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് തന്നെ എടുത്തിട്ടുണ്ട്. ഡെമോക്രാസി, ജനാധിപത്യം സ്ട്രെങ്തൻ ചെയ്യാനും സിറ്റിസൺസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റ് പ്രോസസ്സിൽ, ഓരോ സിറ്റിസനെയും ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റ് പ്രോസസ്സിൽ പങ്കാളിയാക്കാൻ. It started with the Community Development Program, CDP, launched in 1952 with the aim of bringing about overall development of rural areas through people's participation. കണ്ടോ, എല്ലാ റൂറൽ ഏരിയ ഡെവലപ്പ് ചെയ്യാം മനുഷ്യന്മാരുടെ, പീപ്പിളിന്റെ പാർട്ടിസിപ്പേഷനിലൂടെ. ഡ്യൂറിംഗ് ഫസ്റ്റ് 5-year plan itself, National Extension Service NES program was introduced.
in 1953 to address the needs of marginalized and poor rural areas. In the CDP, women extension workers like Mukhya Sevakas and Gram Sevikas and Mahila Samajams were organized for the welfare and training activities. Kando, ഒരു ഫസ്റ്റ് 5-year പ്ലാനിൽ തന്നെ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് വന്നു. NES പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തു 1953. CDP ലോഞ്ച് ചെയ്ത അടുത്ത വർഷം. ഇവിടെ മാർജിനലൈസ്ഡ്, അതായത് ന്യൂനപക്ഷങ്ങൾ, പൂവർ, ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനായിരുന്നു റൂറൽ ഏരിയയിൽ, അർബനിലല്ല റൂറലില്. ഇൻ CDPയിൽ വുമൺ എക്സ്റ്റൻഷൻ വർക്കേഴ്സ് ലൈക്ക് മുഖ്യ സേവികാസ്, ഗ്രാമ സേവികാസ് ആൻഡ് മഹിളാ സമാജംസ് ഒക്കെ ഓർഗനൈസ് ചെയ്തു. എന്തിനു വേണ്ടി? സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്. അപ്പൊ CDP ലോഞ്ച് ചെയ്ത്, അതായത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ലോഞ്ച് ചെയ്ത് 1952 53 എന്ത് വന്നു? ഫസ്റ്റ് 5-year പ്രോഗ്രാം ആയിട്ടുള്ള നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാ വന്നത്? 1953 ഗ്രാമസേവിക, മുഖ്യ സേവിക, മഹിളാ സമാജം. ഓക്കെ ആണോ? Yes, ma'am. The erstwhile planning commission in 1957, അടുത്ത കമ്മീഷൻ ആണ്, appointed a committee headed by Balwant Rai Mehta to study the CDP and NES program, to assess the extent of people's participation and to recommend ways to ensure this. ഇവിടെ 1957 ആയപ്പോ ഒരു കമ്മിറ്റീനെ ഒരു ആള് നമ്മുടെ ബൽവാന്ത് റായ് മെഹ്ത്ത ഏർപ്പാടാക്കി. ബൽവാന്ത് റായ് മെഹ്ത്തയുടെ എന്താണ് അധ്യക്ഷത്തിൽ, അതായത് അദ്ദേഹത്തിന്റെ അണ്ടറിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും NES ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ, ഇനി നടക്കുന്നില്ലെങ്കിൽ അതെങ്ങനെ ഉറപ്പുവരുത്താം എന്നൊക്കെയുള്ളതിന് വേണ്ടിയിട്ട് സ്റ്റഡി നടത്താൻ വേണ്ടി. The committee recommended 3-tier Panchayat Raj system in the country with Zilla Parishad and district level Panchayat Samiti at the block, Tahsil, Taluka level and Gram Panchayat at village level. ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തതാണ് 3-tier പഞ്ചായത്ത് രാജ് സിസ്റ്റം. 3-tier പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇൻ ദ കൺട്രി. അവിടെ ജില്ലാ പരിഷത്ത് ഉണ്ടാവും, അത് ഡിസ്ട്രിക്ട് ജില്ലാ ലെവലില്. പിന്നെ പഞ്ചായത്ത് സമിതി ഉണ്ടാവും, ബ്ലോക്ക്, തഹസിൽ, താലൂക്ക് ലെവല്. ഗ്രാമപഞ്ചായത്ത് ഉണ്ടാവും, വില്ലേജ് ലെവൽ. അപ്പൊ കോഴിക്കോട് ജില്ലക്ക് മൊത്തം ഒന്നുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ കസബ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വില്ലേജ് ലെവലാണെങ്കിൽ തലക്കൽത്തൂർ പഞ്ചായത്ത്, അത്തോളി പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് 2 പഞ്ചായത്ത്. അങ്ങനെ 3 ടയർ, ആ ഒരു 3-tier പ്രോഗ്രാം റെക്കമെൻഡ് ചെയ്തത് ഈ കമ്മിറ്റി ആയിരുന്നു. 1957 ബൽവന്ത് റായ് മെഹ്ത്തയുടെ സ്റ്റഡിയുടെ ബേസിലുള്ള കമ്മിറ്റി. Thus the 3-tier system of Panchayat Raj came into existence. അങ്ങനെയാണ് 3-tier system പഞ്ചായത്ത് രാജ്. ആരൊക്കെയാണുള്ളത്? നമ്മുടെ ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി, പിന്നെ ഗ്രാമപഞ്ചായത്ത്. ഇങ്ങനെയാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? Yes, ma'am. The 5-year plan is watershed for deepening development activities to all. ഇനി 6th 5-year plan, 6ാമത്തെ 5-year plan എന്താണ്? ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ടു എല്ലാവർക്കും, ന്യൂനപക്ഷം എന്നുള്ളത് മാറി എല്ലാവർക്കും. ഇറ്റ് അഡോപ്റ്റഡ് മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് മൾട്ടി പ്രോഗ്നഡ് അപ്രോച്ച് ഫോർ ഓൾ ദ ഏരിയാസ് ഓഫ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്. ഹെൽത്തിന്റെ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ് എല്ലാവർക്കും ജനാധിപത്യത്തിലുള്ള പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടി നോക്കി. ഇറ്റ് ഗേവ് എ സ്പെഷ്യൽ എംഫസിസ് ഓൺ ലിറ്ററസി ആൻഡ് എഡ്യൂക്കേഷൻ. സാക്ഷരതയ്ക്കും പഠനത്തിനുമായിരുന്നു ഓഫ് വുമൺ ആൻഡ് മാർജിനലൈസ്ഡ്. കേട്ടോ, ഈ 6ാമത്തെ 5-year പ്ലാനിൽ പഠനം, സാക്ഷരതയിലായി വുമൺ ആൻഡ് ഈ മൈനോറിറ്റി ഗ്രൂപ്പിന്. ഇറ്റ് റെഫർ ടു ദ നീഡ് ഫോർ ഇൻക്രീസിംഗ് എൻറോൾമെന്റ് of girls at the elementary level, promotion of functional literacy and encouraging women's education in backward areas. ഇവിടെ എന്താണ് എൻറോൾമെന്റ്? അതായത് എലിമെന്ററി മുതൽ, ചെറിയ ക്ലാസ് മുതൽ തന്നെ പെൺകുട്ടികൾ സ്കൂളിൽ പോകാനാക്കാന്, ഫങ്ഷണൽ ലിറ്ററസി പ്രൊമോട്ട് ചെയ്യാന്, അതുപോലെ വുമണിനെ ബാക്ക്വേർഡ് ഏരിയാസിൽ വുമണിനെ പഠനത്തിൽ എൻകറേജ് ഒക്കെ ചെയ്യാനാണ് ഈ 6ാമത്തെ 5-year പ്ലാൻ മെയിൻ ആയിട്ട് എയിം ചെയ്തത്. ഓക്കെ ആണോ? പറഞ്ഞേ. ഇത്രയൊന്നും വേണ്ടട്ടോ, ഞാൻ പകുതി മതി, നമ്മൾ അറിയുന്നിടത്തോളം എഴുതി വെച്ചാൽ മതി കേട്ടോ. 20 മാർക്കിനാണെങ്കിൽ ഒരു 4-5-6 പേജ് ചെയ്ത് വെച്ചാൽ ഒത്തിരി ഉണ്ടാവും കേട്ടോ.
ഇനി 7th 5-year പ്ലാൻ ടു അഡോപ്റ്റഡ് മൾട്ടി പ്രോഗ്നന്റ് സ്ട്രാറ്റജി. 7th 5-year പ്ലാനും ഒരു മൾട്ടി പ്രോഗ്നന്റ് സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത്. ദ പ്ലാൻ അസസ് ദ സക്സസ് ഓഫ് ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം IRDP. അപ്പൊ 7th 5-year പ്ലാനിൽ വന്നത് IRDP ആണ്. ആൻഡ് കൺക്ലൂഡ് ദാറ്റ് വുമൺ ഹാവ് നോട്ട് ബെനിഫിറ്റഡ് ഫ്രം ദിസ് പ്രോഗ്രാം. എന്നിട്ട് അത് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട് വുമൺ ഇതിന് ബെനിഫിറ്റ്, IRDP വുമൺ എന്നോ ഒരു ബെനിഫിറ്റും ഇല്ലാണ്. ഹെൻസ് 8th 5-year പ്ലാൻ 7th കഴിഞ്ഞ് 7th എന്താണ് IRDP വന്നു, പക്ഷെ പെണ്ണുങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നില്ലെങ്കിലും അതുകൊണ്ട് 8th 5-year പ്ലാൻ ഫർദർ എക്സ്പാൻഡ് ദ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, ദ ഇൻട്രൊഡക്ഷൻ ഓഫ് കോൺസെപ്റ്റ് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് SHCGs and its formation in various parts of country, strengthening the democracy. This was introduced in 9th. So 9th പ്ലാനിൽ കൊണ്ടുവന്ന സാധനം എന്താണ്? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. 9th പ്ലാനിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. 5th പ്ലാനിൽ എന്താണ്? ഒന്നുകൂടി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എക്സ്പാൻഡ് ചെയ്തു. SHG എന്താക്കി? ഇൻട്രൊഡ്യൂസ് ചെയ്തു, നടപ്പിലാക്കിയത് 9th പ്ലാൻ. ഓക്കെ ആണോ? Okay, ma'am. ഇനി the 10th 5-year പ്ലാൻ സെറ്റ് മൈനോറബിൾ ടാർഗറ്റ്സ്. മൈനോറിറ്റീസിനാണ് 10th 5-year പ്ലാൻ ടാർഗറ്റ് ചെയ്തത്. ലൈക്ക് റെഡ്യൂസിംഗ് പോവർട്ടി ആൻഡ് ഇൻക്രീസിംഗ് ലിറ്ററസി, ensuring that all villages must have sustained access to potable drinking water within the plan period, providing gainful and high quality employment over the 10th plan period. 10th plan period എന്തൊക്കെയാണ് നടന്നത്? മൈനോറിറ്റീസിനാണ് ദാരിദ്ര്യം കുറയ്ക്കുക, പിന്നെ സാക്ഷരത കൂട്ടുക, അതുപോലെ അവർക്ക് കുടിവെള്ളം ഉറപ്പാക്കുക, അതുപോലെ ഹൈ ക്വാളിറ്റി എംപ്ലോയ്മെന്റ് ഓവർ ദി 10. ഇങ്ങനെ മൈനോറിറ്റീസിന് നല്ലത് നൽകുക. The 11th year plan emphasized on exclusiveness in policy making. Like previous plans, it was set minorable targets. Minorable targets തന്നെ aim ചെയ്തുകൊണ്ടായിരുന്നു 11th 5-year പ്ലാനും വന്നിട്ട് ഉള്ളത്. Okay, the 12th 5-year plan took complexities of development in diverse countries like India and progress that can be achieved through governance action along with the contribution of various players in the society. അതായത് വേരിയസ് പ്ലേയേഴ്സ് ഇൻ ദ സൊസൈറ്റിയിലൂടെ, അതായത് 12th year പ്ലാന് കോഗ്നിസൻസ് ചെയ്തത് ഡെവലപ്മെന്റ് ഇൻ ഡൈവേഴ്സ് കൺട്രി, അതായത് ഇന്ത്യ പോലുള്ള ഡൈവേഴ്സ് കൺട്രിയിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാം. പ്രോഗ്രസ് ദാറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ ഗവൺമെന്റ് ആക്ഷൻ. ഗവൺമെന്റ് ആക്ഷനിലൂടെ ഈ പ്ലേയേഴ്സിനൊക്കെ എന്താക്കുക, കുറച്ചുകൂടെ എന്താ പറയാ കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാം. അതാണ് 12th 5-year പ്ലാനിൽ കൊണ്ടുവന്നിട്ട് ഉള്ളത്. പിന്നെ കുറെ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണ് പറയുന്നത്. നമുക്ക് 73rd മാത്രം എഴുതിയാൽ മതി കേട്ടോ. നമുക്ക് ഈ 12th വരെയുള്ള എഴുതാം, പിന്നെ 1 or 2 കോൺസ്റ്റിറ്റ്യൂഷൻസ് എഴുതി വെച്ചാൽ മതി. 73rd and 74th Constitution Amendment Act CAS enacted in 1992 have created permanent constitutional structure at the rural and urban areas such panchayat and municipalities to make people participate in the process of governments to deepen democracy. ഇനി 73-74 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ടിൽ കൃത്യമായിട്ട് 1992 വന്ന ആക്ട് ആട്ടോ. അതായത് ആളുകളുടെ ഈ ജനാധിപത്യത്തില് ഗവൺമെന്റ്സില് ആളുകളുടെ, അതായത് ഈ പീപ്പിളുടെ പങ്കാളിത്തം ഉറപ്പാക്കണം, പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കണം. ഇത് 73-74 അമെൻഡ്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ടിൽ വന്നത്. ഓക്കെ ആണോ? പറഞ്ഞേ. Yes, ma'am. ആക്ടുകൾ ഫുള്ളൊന്നും എഴുതി വെക്കണ്ട കേട്ടോ, അതുവരെ മതിയാവും. നമ്മളോട് ആകെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ നോക്കണേ. സ്ട്രെങ്തനിങ് ഡെമോക്രസി ത്രൂ ഗവൺമെന്റ് മെഷേഴ്സ്. ഗവൺമെന്റ് മെഷേഴ്സിലൂടെ ഇങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം. അപ്പം 1952 ലോഞ്ച് ചെയ്ത CDP ഇങ്ങനെ പറഞ്ഞ് 12 വരെയുള്ള പറഞ്ഞു പോവാണ്. പിന്നെ 73-74 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതും കൂടി എഴുതി വെക്കാം. ഓക്കെ ആണോ? അതന്നെ. സ്ട്രെങ്തനിങ് ഡെമോക്രസി ത്രൂ ഗവൺമെന്റ് പ്രോസസ് ആണോ? അതെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യനാ. മനസ്സിലായില്ലടാ? ഒന്നുകൂടെ ചോദിക്കോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞു. പൊളിറ്റിക്കൽ
എക്സിക്യൂട്ടീവ്സിനെയും അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ്സിനെയും റോൾ എന്താണെന്നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്തൊക്കെ ബേസിലൂടെ, വഴികളിലൂടെ ഡെമോക്രസീനെ സ്ട്രെങ്തൻ ചെയ്യാം ഗവൺമെന്റ് മെഷറിലൂടെ? ഏതൊക്കെ ഗവൺമെന്റ് മെഷറിലൂടെ ഡെമോക്രസീനെ സ്ട്രെങ്തൻ ചെയ്യാം? അതിന്റെ മാർഗങ്ങൾ എഴുതാനാണ്. അന്ന് മുതൽ വന്ന മാർഗങ്ങളും കാര്യങ്ങളൊക്കെയാണ്, പഞ്ചായത്ത് രാജ് വന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. യെസ് മാം. ഒരു മിനിറ്റ്. അടുത്ത പറയാൻ പോകുന്നതാണ് ഡിസ്ക്രൈബ് ദ ഇനീഷ്യേറ്റീവ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഇൻ ഇന്ത്യ. ഇനീഷ്യേറ്റീവ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്? അതാണ്. തേർഡ് ക്വസ്റ്റ്യൻ വേറെ ഉണ്ട് മാം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ്മെന്റ്. ഞാൻ എല്ലാം പറയാനുള്ള ടൈം നമുക്ക് ഇല്ലടാ, അതുകൊണ്ടാണ് നമുക്ക് പരിമിതമായിട്ടുള്ള സമയമല്ലോ, എല്ലാം നമുക്ക് ഫ്രീ ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാണ് കേട്ടോ. ഒരു മിനിറ്റ്. എല്ലാം പറയാനുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. മാക്സിമം പറ്റുന്ന പറഞ്ഞുതരാൻ. ഒന്നാമത് എനിക്ക് നല്ല തലവേദനയുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഉറക്കമൊഴിഞ്ഞതാണ്, ഞാൻ ഹോസ്പിറ്റലായിരുന്നു, സിസ്റ്റർ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട്. നല്ല തലവേദനയുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നാലും പോവാലെന്ന് വെച്ചിട്ടാണ്. കുഴപ്പമില്ലല്ലോ? There are many measures taken to support the growth of ICT in India. ICT ഗ്രോത്തിന് വേണ്ടി ഒത്തിരി മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. In 1970s, the government of India has established Department of Electronics, and subsequently in 1979, Government of India has taken the first major step towards implementation of e-governance by establishment of National Informative Center, NIC. ഒത്തിരി കാര്യങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്തിട്ടുണ്ട്. അതില് 1970 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് കൊണ്ടുവന്നു. സബ്സിക്വന്റ്ലി 77 ഫസ്റ്റ് മേജർ സ്റ്റെപ്പ് ഈ ഗവൺമെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ട് നാഷണൽ ഇൻഫർമേഷൻ സെന്റർ തുടർന്നു. In 1980, most of the government offices were equipped with computers, but their role was confined to word processing. അതായത് 1980 ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഗവൺമെന്റ് ഓഫീസുകളിൽ കമ്പ്യൂട്ടർ കൊണ്ടുവന്നു. പക്ഷെ എന്താണ്, ഒരു വേർഡ് പ്രോസസിംഗ് മാത്രമാണ് കൺഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. Within the span of time and at present of ICT, the government of India has taken a remarkable step for fostering e-governments by launching നാഷണൽ സാറ്റലൈറ്റ് ബേസ് നെറ്റ്വർക്ക് NICNET വന്നു. എപ്പോ? 1987. ഫോളോഡ് ബൈ ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഓഫ് നാഷണൽ ഇൻഫോർമേറ്റീവ് സെന്റർ DISNIC. കേട്ടോ, 1977 NIC വന്നു. 80 എല്ലാ ഗവൺമെന്റ് ഓഫീസിലും കമ്പ്യൂട്ടേഴ്സ് വന്നു. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ എന്തായി, ICT ഒരു വലിയ പിന്നെ സ്റ്റെപ്പായിട്ട് എടുത്തതാണ് നാഷണൽ സാറ്റലൈറ്റ് ബേസ്ഡ് നെറ്റ്വർക്കും 87 ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഓഫ് നാഷണൽ ഇൻഫർമേഷൻ സെന്റർ DISNIC. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി NICNET was first government information network across the world equipped with advanced database service. ഈ NICNET ആണ് വേൾഡിലെ തന്നെ ഫസ്റ്റ് ഗവൺമെന്റ് ഇൻഫർമേഷൻ നെറ്റ്വർക്ക് അക്രോസ് വേൾഡ് തന്നെ ഇത്രയും ഡാറ്റാബേസ് ഉള്ള വേൾഡിലെ ആദ്യത്തെ ഗവൺമെന്റ് ഇൻഫോർമാറ്റിക്സ് ആയിരുന്നു ആര്? NICNET. ഓർത്ത് വെക്കണേ.
India's e-government's transformation initiative started in 1990s. Since then, the country had made considerable progress in the information and communication technology sector. Kando, NICNET, first government informatics network ആണ് വേൾഡിൽ തന്നെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡാറ്റാബേസ് സർവീസ്. ഇനി 1990 ഇ ഗവർണൻസ് ട്രാൻസ്ഫോർമേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഇ ഗവർമെന്റ് ഒക്കെ ഗവൺമെന്റ് ഇ ഗവർമെന്റ് ഇപ്പം ഒക്കെ അക്ഷയയിലൂടെ അല്ല ചെയ്യുന്നത്. 1900 അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. To improve ICT performance and productivity, the Government of India approved the National E-Governance Plans (NEGP) on May 18, 2066, which seeks to improve delivery of government service to citizens and private sectors with the vision of making all government service accessible to citizens in his locality through common service delivery outlet and ensure efficiency, transparency, and reliability such service at affordable cost of realized their basic needs. കണ്ടോ, ICT ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു നാഷണൽ ഇ ഗവൺമെന്റ് പ്ലാൻ. ഇപ്പൊ കണ്ടിലൊക്കെ അക്ഷയ നികുതി അടയ്ക്കാനും ബാക്കിയുള്ള എല്ലാത്തിനും അക്ഷയയിലും അങ്ങനെ നമുക്ക് സ്വന്തം വേണമെങ്കിൽ ചെയ്യാം. എല്ലാ പ്രൈവറ്റ് സെക്ടറും എല്ലാം നമ്മള് എല്ലാ കാര്യങ്ങളും നല്ല തൊട്ടടുത്ത് നടക്കുക എന്നുള്ളത് ഒരു കോമൺ സർവീസ് ഡെലിവറി ഔട്ട്ലെറ്റ്. അത് എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രാൻസ്പെറൻസി ആയിട്ടുള്ള എല്ലാവർക്കും ഈ ആധാർ കാർഡ് അടക്കുന്നത്. അപ്പൊ നമ്മൾ ആധാർ കാർഡ് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നുണ്ട്. അത്രയിലേക്ക് എത്തി. എപ്പോഴാണ്? May 18, 2006. E-governance has become the basic requirement of governance at the local, regional, national, or international level. The National E-Governance Plan (NEGP) comprises 27 mission mode projects and 8 components. E-governance basic requirement ആയിട്ട് മാറിയിട്ടുണ്ട്. ഗവർണൻസ് അറ്റ് ലോക്കൽ ആയിക്കോട്ടെ, റീജിയണൽ ആയിക്കോട്ടെ, നാഷണൽ ആയിക്കോട്ടെ, ഇന്റർനാഷണൽ ലെവൽ ആയിക്കോട്ടെ. 27 മിഷൻ മോഡ് പ്രോജക്ട്സും 8 കമ്പോണൻസും ആണ് അവർ കൊണ്ടുവന്നത്. The MMPs are implemented by various central ministers and state governments. The major core infrastructure components include statewide area network, common service center, and governance service delivery gateway, etc. With the cost of communication and IT infrastructure going downward and demanding going upwards, the e-governance initiative took shape in the decades of 2000s. Kando, 2000 IT infrastructure downward and upward demand ആയിട്ട് വന്നപ്പോഴാണ് ഈ e-government activities strengthen ആയി. അതായത് ഈ ഗവർണൻസ് ഒരു ബേസിക് റിക്വയർമെന്റ് ആയി മാറുകയും IT മേഖല താഴോട്ട് പോകുമ്പോൾ കൂട്ടേണ്ട ആവശ്യകത വരികയും ചെയ്തപ്പോഴാണ് 2000 പതിറ്റാണ്ടാകുമ്പോഴേക്കും ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുത്തത് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി in the National Policy of Information Technology formulated in 2012 focus on application of technology enabled approaches to overcome developmental challenges in education, health skill development, financial inclusion, etc. National Policy NPIT 2012 ഫോർമുലേറ്റ് ചെയ്തത്. അവിടെ ടെക്നോളജി അപ്ലൈ ചെയ്തിട്ട് ഈ എഡ്യൂക്കേഷനിലും ഹെൽത്തിലും സ്കിൽ ഡെവലപ്മെന്റിലും ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിലൊക്കെ നമുക്കുണ്ടാവുന്ന ഡെവലപ്മെന്റൽ ചാലഞ്ചസ് ഓവർകം ചെയ്യാം ടെക്നോളജി മുഖാന്തരം. The policy outlines strategies to achieve the following aims. ഈ പറയുന്ന following aims ആണ് പോളിസിക്കുള്ളത്. Creating an ecosystem for a globally competitive IT industry. ഒരു globally competitive IT industry ഉണ്ടാക്കുക. Human resource development, promotion of innovation and research and development, IT sector, enhancing productivity and competitiveness in key sector through ICT, enable service delivery through e-governance. ഇപ്പൊ കണ്ടില്ലേ, പിന്നെ നമുക്ക് പെൻഷനൊക്കെ ബാങ്ക് വഴിയാണ് കിട്ടുന്നത്. ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ് ടെക്നോളജീസ്, GIS ബേസ്ഡ് IT സർവീസ്, സെക്യൂരിറ്റി ഓഫ് സൈബർ സ്പേസ്. കണ്ടോ, ഈ നാഷണൽ പോളിസി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി വന്നപ്പോൾ എന്തൊക്കെയാണ് എയിം ചെയ്തിട്ടുള്ളത്? ഒരു എക്കോസിസ്റ്റം, ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള IT ഇൻഡസ്ട്രി, HR ഡെവലപ്മെന്റ്, അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് IT സെക്ടറിൽ പ്രൊമോട്ട് ചെയ്യാം, പ്രൊഡക്ടിവിറ്റിയും കോമ്പറ്റീവ്നെസ് ഒക്കെ കൊണ്ടുവരാം ICT-യിൽ. അതുപോലെ ഈ ഗവൺമെന്റ്സിലൂടെ ആളുകൾക്ക് ഡെലിവറി എത്തിക്കുക സർവീസസ്, ലാംഗ്വേജ് ആൻഡ് ടെക്നോളജി, GIS ബേസ്ഡ് IT സർവീസ്, സെക്യൂരിറ്റി ആൻഡ് സൈബർ സ്പേസസ്. ഓക്കെ ആണോ? ഇനിയാണ് റീസെന്റ് ആയിട്ടുള്ള IT ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാ നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ്. ഓരോ പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ, കാരണം ഇത് 2, 3,
3 അപ്പൊ ഓരോന്നിന്റെയും ഓരോ പോയിന്റ് മതി. കാരണം 20 മാർക്കിന് എല്ലാം ഒപ്പിച്ച് എഴുതും. ഞാൻ പിന്നെ ഒന്നായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടതാണ് നിങ്ങളെ നോട്ട് കേട്ടോ. എക്സ്ട്രാ റീഡിങ്ങിന് എന്തെങ്കിലും വേണമെങ്കിൽ 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ അല്ല 20 മാർക്സ് ആണോ? 20 മാർക്സിനല്ലേ വരുന്നത്. 100 മാർക്സിനാണല്ലോ ഇലക്ടീവും മിക്ക പേപ്പറും. ഗവർണൻസ് 50 ആണ്. ആരുടെങ്കിലും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ ഗവർണൻസിന്റെ? 20 മാർക്കിനാണ് ഓരോ ക്വസ്റ്റ്യൻ. 20 മാർക്കിനാണ്. 20 മാർക്കിനാകുമ്പോൾ ഒരു 6-7 പുറം എഴുതാം. അപ്പൊ അത്ര ഇതൊക്കെ തന്നെ ധാരാളമായി. ഇത് നമ്മൾ ഈ പേപ്പറിൽ എഴുതുമ്പോൾ ഒത്തിരി ഉണ്ടാവും. ഇപ്പൊ ഇത് തന്നെ ഒരു 1/4 പേജ് ഒക്കെ ഉണ്ടാവും. Digital India initiative ആണ് for recent IT enactors. The Digital India program DIP launched by the government in 2014, a bold initiative which aims to transform India into a digitally enabled and empowered information-driven society and knowledge-based economy, has set ambitious target to be achieved. ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഗവൺമെന്റ് ആണ് 2014. ഒരു ബോൾഡ് ഇനീഷ്യേറ്റീവ് ആയിരുന്നു. എന്താണ്? ഇന്ത്യനെ ട്രാൻസ്ഫോറേറ്റ് ചെയ്യുക, ഒരു ഡിജിറ്റലി എനേബിൾഡ് ആൻഡ് എംപവേർഡ് ഇൻഫർമേഷൻ ഡ്രിവൺ സൊസൈറ്റി, ഡിജിറ്റലി സ്വന്തമായിട്ട് ഇൻഫർമേഷൻ എടുക്കാനുള്ള സൊസൈറ്റി ആയിട്ട് മാറ്റാം. ആൻഡ് നോളജ് ബേസ്ഡ് എക്കണോമി, ambitious target to be achieved. The strategic objective of Digital India program is to ensure the government services are made available to citizens through the use of ICT support and simply governance for citizens and business. ഇതെന്തിനാ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ അക്ഷയയിലൂടെ ആളുകൾ കൂടുതലും ഡിജിറ്റലൈസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും സ്വയം പര്യാപ്തരായിട്ട്, മുത്തശ്ശി പോയാലും അക്ഷയ പോയാലും നികുതി അടിക്കാൻ പാകത്തില്. ഇതാണ് ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം. എൻഷോർ ചെയ്യാണ് ഗവൺമെന്റ് സർവീസ് ആർ മെയ്ഡ് അവൈലബിൾ ടു സിറ്റിസൺ ത്രൂ യൂസ് ഓഫ് ICT. ICT സപ്പോർട്ടിലൂടെ ഗവൺമെന്റിന്റെ സർവീസ് സിറ്റിസൺസിന് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. ഡിജിറ്റൽ ഇന്ത്യ യൂസ് ഇലക്ട്രോണിക് മീൻസ് ടു സപ്പോർട്ട് ആൻഡ് സ്റ്റിമുലേറ്റ് ഗുഡ് ഗവർണൻസ്. ഡിജിറ്റൽ ഇന്ത്യ ഇലക്ട്രോണിക് മീൻസിലൂടെയാണ് ഗുഡ് ഗവർണൻസ്. അല്ലെ, റേഷൻ കടയിൽ പോയപ്പോൾ എന്തായി? കൈവച്ച് നമ്മുടെ രേഖകളായിട്ടാണ് ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ്. ഓക്കെ ആണോ? രണ്ടാമത്തത് സ്മാർട്ട് സിറ്റി ആണ്. സ്മാർട്ട് സിറ്റി refers to a city that use ICT to enhance the quality and performance of urban service such as energy, transportation and utilities in order to reproduce consumption of resources, wastage and overall cost. ഇവിടെ ഒരു സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് ഒരു ITC ഉപയോഗിച്ചിട്ടുള്ള എൻഹാൻസ് ആണ് ക്വാളിറ്റിയും പെർഫോമൻസ് അർബൻ സർവീസ്, എനർജി, ട്രാൻസ്പോർട്ടേഷനും ഇവിടെയൊക്കെ ITC ഉപയോഗിച്ചിട്ട് അവര് ഉന്നതിയിലെത്തുകയാണ്. നമ്മുടെ റിസോഴ്സ് കൺസ്യൂം ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, വേസ്റ്റേജ്, ഓവറോൾ കോസ്റ്റ് കുറയ്ക്കുക, ഇങ്ങനത്തുള്ള കാര്യത്തില് ICT വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് സ്മാർട്ട് സിറ്റി. ദ ഫീച്ചേഴ്സ് ഓഫ് സ്മാർട്ട് സിറ്റി ഇൻക്ലൂഡ് അവൈലബിലിറ്റി ഓഫ് അഡിക്വേറ്റ് വാട്ടർ സപ്ലൈ. കേട്ടോ, വാട്ടർ സപ്ലൈ ഉറപ്പുവരുത്തുക, അഷ്വേർഡ് ഇലക്ട്രിക് സപ്ലൈ, കറണ്ട് ഉറപ്പുവരുത്തുക. സാനിറ്റേഷൻ ഇൻക്ലൂഡ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, വൃത്തിയാക്കുക, സോളിഡ് വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള വഴിയും. റോബസ്റ്റ് IT കണക്ടിവിറ്റി ആൻഡ് ഡിജിറ്റലൈസേഷൻ ആൻഡ് സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ. അതായത് IT കണക്ടിവിറ്റി കൂട്ടുക, ഡിജിറ്റലൈസ് ആക്കുക, സിറ്റിസൺസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സ്മാർട്ട് സിറ്റിയിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ITC വെച്ചിട്ട് എൻഹാൻസ് ചെയ്യാണ് ക്വാളിറ്റി ഓഫ് പെർഫോമൻസ്. ഓക്കെ ആണോ? ഫസ്റ്റത്തെ നമ്മുടെ IT ഇനീഷ്യേറ്റീവ് ഡിജിറ്റൽ ഇന്ത്യ സർവീസ് ആണ്. രണ്ടാമത്തെ സ്മാർട്ട് സിറ്റി ആണ്. മൂന്നാമത്താണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, IoT എന്ന് പറയും. ദ ലേറ്റസ്റ്റ് ഇന്റർനെറ്റ് entrant to the digital space is Internet of Things. Latest ആട്ടോ. It can also be defined as interplay of software, telecom and electronic hardware industry. സോഫ്റ്റ്വെയറും ടെലികോമും ഇലക്ട്രോണിക് ഹാർഡ് ഇൻഡസ്ട്രിയും ഒക്കെ തമ്മിലൊരു ഇന്റർപ്ലേ ആണ്. IoT is network of physical objects, device, vehicles, building and other items embedded with electronic software, sensors and network connectivity that enables these objects to collect and exchange data. Kado, ഈ IoT, Internet Thing of Object ന്റെ എന്തൊക്കെയാണ്? ഡിവൈസസ്, വെഹിക്കിൾ, ബിൽഡിംഗ്, അതർ ഐറ്റം embedded with electronic software, sensors and network connectivity. കുഞ്ഞിനെ കൊണ്ടുപോയപ്പോലെ നമ്മള് പിന്നെ ഡാറ്റ കളക്ട്, കോൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, CCTV നോക്കുന്നു, അല്ലെ? ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. അതായത് വെഹിക്കിൾസ് ഉണ്ട്, ഡിവൈസ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, എംബഡഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, സെൻസർ ഉണ്ട്, നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. ഇത്രയും ഓക്കെ ആണോ? ഞാനൊന്ന് സമ്മപ്പ് ചെയ്ത് പറഞ്ഞുതരാട്ടോ. സമ്മപ്പ് ചെയ്ത് പറയട്ടെ. അതായത് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്.
കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്തൊക്കെ ഇനീഷ്യേറ്റീവ് ആണ് എടുത്തിട്ടുള്ളത്, അതായത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇന്ത്യയിൽ. അപ്പൊ അത് ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതാം. അതിന്റെ കൂടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത കാര്യങ്ങളൊക്കെ വൃത്തിക്ക് എഴുതാം. ഓരോ NIC ആയിട്ട് ഓരോന്നിന്റെ കാര്യങ്ങളും എടുത്തെടുത്ത് എഴുതാം. പിന്നെ എഴുതേണ്ടത് NPIT, അതായത് നാഷണൽ പോളിസി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി 2012 കൊണ്ടുവന്നപ്പം ഉള്ള കാര്യങ്ങൾ, എയിമുകൾ എഴുതുക. പിന്നെ റീസൺ ആയിട്ടുള്ള IT ഇനിഷ്യേറ്റീവ്സ് 3 ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ് വരുന്നുണ്ട്, സ്മാർട്ട് സിറ്റി വരുന്നുണ്ട്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് വരുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇന്ന് ഇത്രയും മതി. വയ്യാണ്ടായിട്ടാട്ടോ. പറ്റുകയാണെങ്കിൽ നാളെ ഏർലി മോർണിംഗ്, ഞാൻ ഒന്നും ഉറപ്പ് പറയുന്നില്ല, എനിക്ക് ലാംഗ്വേജ് ആർക്ക് ഒരു ക്ലാസ് എങ്കിലും എടുത്തു കൊടുക്കണമെന്നത് തല ഇങ്ങനെ വേദനിക്കുകയാണ്, ഇന്നലെ ഉറക്കം ഒഴിഞ്ഞതിനെ കൊണ്ടാണ്. അപ്പൊ ബാക്കി ഞാൻ PDF അവൈലബിൾ ആക്കി തരാം, വായിക്കാട്ടോ. ഓക്കെ ആണ്? ഈ 3 ക്വസ്റ്റ്യൻസ് ഓക്കെ ആണല്ലോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്, വരാൻ ഒത്തിരി ചാൻസ് ഉള്ളതാണ്, കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആണ്. അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ അബ്ദുൽ നഫീസ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ. Thank you, ma'am.